രാജസ്ഥാനിലും ഒരു BLO ജീവനൊടുക്കിയെന്ന വാർത്ത വരുന്നു. കണ്ണൂരിലെ അനീഷ് ജോർജിന് പിന്നാലെ മറ്റൊരാൾ കൂടി ഈ സമ്മർദ്ദത്തിൻ്റെ ബലിയാടായി എന്നാണ് വിവരം. സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകൻ മുകേഷ് ജംഗിതാണ് ആത്മഹത്യ ചെയ്തത്. SIR-മായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ കടുത്ത സമ്മർദ്ദം നേരിട്ടതായി കുടുംബം ആരോപിച്ചു. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. നഗ്രികാബാസിലെ ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ഈ BLO. അദ്ദേഹം SIR-മായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ കടുത്ത സമ്മർദ്ദം നേരിട്ടിരുന്നതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. മുകേഷ് ജാങ്കിതാണ് ആത്മഹത്യ ചെയ്തത്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷയൊക്കെ എടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹം അധ്യാപകൻ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ ഒരു വശത്ത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലേക്ക് ഈ SIR-മായി ബന്ധപ്പെട്ട ജോലികൾ കൂടി അദ്ദേഹത്തിന് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ചുമതല കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ വലിയ സമ്മർദ്ദം അദ്ദേഹം നേരിട്ടിരുന്നതായി അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ട്രെയിനിന് മുന്നിൽ ചാടിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതായും സഹോദരൻ പറയുകയാണ്. ഈ ആത്മഹത്യാ കുറിപ്പിൽ താൻ വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നതായും, ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എത്തുന്ന കാലമാണ്, അവർക്ക് ഈ പാഠഭാഗങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലേക്ക് SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ അതും എത്രയും വേഗം പൂർത്തിയാക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ താൻ കടുത്ത സമ്മർദ്ദം നേരിടുന്നതായി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നൊരു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടുണ്ടെന്നും കുടുംബം ആരോപിക്കുകയാണ്. അതിനോടകം തന്നെ ഇപ്പോൾ രാജസ്ഥാനിലെ ഈ അധ്യാപക സംഘടനകളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അധ്യാപകരെ ഈ BLO-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അവർക്ക് കടുത്ത സമ്മർദ്ദം നൽകരുതെന്നും നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കത്ത് നൽകുമെന്നാണ്, അധികൃതർക്ക് കത്ത് കൈമാറുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, വിനീതയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.